എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് മാളത്തിൽ മരിച്ചാലും, ഏത് ആക്സിഡന്റിൽ മരിച്ചാലും, ഏത് രൂപത്തിൽ മരിച്ചാലും, കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയാലും, പുഴയിൽ മുങ്ങി മരിച്ചാലും, കടലിൽ മുങ്ങി മയ്യത്ത് കിട്ടിയില്ല എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൃഷ്ടിക്കും കഴിയൂല. എല്ലാ സൃഷ്ടികളോടും അള്ളാഹു വിചാരണ ചെയ്യും. മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും നാളെ അള്ളാഹു നമ്മളോട് ചോദിക്കും കേട്ടോ. നമുക്ക് അള്ളാഹു തന്ന ആയുസ്, അത് ഇനി 15 വയസ്സായാലും 25 വയസ്സായാലും 30 വയസ്സായാലും 40 വയസ്സായാലും ഇനി 100 വർഷം ജീവിച്ചാലും എല്ലാ ആളുകളോടും അള്ളാഹു തന്ന ആയുസ്സിൽ വെച്ച് നീ എന്താണ് ചെയ്തത് എന്ന് അള്ളാഹു തആല ചോദിക്കും കേട്ടോ. ആ ആയുസ്സിലുള്ള ഓരോ സെക്കൻഡിലും നീ എന്താണ് ചെയ്തത്, നീ എന്ത് നന്മയാണ് ഇതുവരെ ചെയ്തത് എന്ന് ചോദിക്കും കേട്ടോ. ഒരിക്കലും ഒരാളെയും വെറുതെ വിടൂല. ആ ഒരു വിവരം ആ മനുഷ്യനില്ലാത്തത് കൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം മുഴുവനും കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി വെണ്ണൂറാക്കി അതിനെ കടലിൽ നിങ്ങൾ എറിയടേ. ആ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എന്നോട് വിചാരണ ചെയ്യൂലല്ലോ. വിചാരണ ചെയ്താൽ എൻ്റെ ശരീരം അള്ളാഹു എനിക്ക് കിട്ടിയാൽ നാളെ ആഖിറത്തിൽ വെച്ച് എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമല്ലോ എന്നുള്ള പേടിയോടുകൂടെ ആ മനുഷ്യൻ വസിയത്ത് ചെയ്തപ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ടൊന്ന് ഓർത്തു നോക്കണം. നമ്മളെല്ലാവരും നമ്മളുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം. ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പേടി കാരണമായി അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് നാളെ ആഖിറത്തിൽ അവൻ വിജയികളുടെ കൂട്ടത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മുഴുവനും തെറ്റ് ചെയ്ത് നടക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ അള്ളാഹുവിനെ ഓർക്കാനുള്ള മനസ്സുണ്ടാകണം, തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് ചെയ്തു പോയല്ലോ, അള്ളാഹുവിന് അരുതാത്തത് ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ള ഖേദ പ്രകടനം നമ്മുടെ മനസ്സിൽ എപ്പോൾ തന്നെ വരുന്നുണ്ടോ? എന്നാൽ നമ്മുടെ മനസ്സിൽ നന്മയുണ്ട് എന്നാണ് അർത്ഥം. അല്ല, മറിച്ചാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എങ്കിൽ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഇനിയും അത് ചെയ്യണമെന്നുള്ള പ്രേരണയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് എങ്കിൽ നമ്മളുടെ ഹൃദയം കറുത്തുപോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ കറുത്തുപോയ ഹൃദയങ്ങളെ വെളുപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ അതിന് ഇരട്ടിയായി നന്മ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഒരു തെറ്റ് ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അല്ല, അള്ളാഹുവിനെ ഓർമ്മ വരുന്നില്ല എങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നന്മ ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ട് ആ നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തി നന്മയുടെ വാതിലിലേക്ക് തന്നെ നമ്മൾ പോകാതിരുന്നാൽ അള്ളാഹു നമ്മളോടുള്ള സ്നേഹം കാരണമായിട്ട് നമുക്ക് തന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് ആ അവസരം നമ്മൾ കളഞ്ഞതാണ്. ആ അവസരം നമ്മൾ കളഞ്ഞ കാരണം കൊണ്ട് നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും കേട്ടോ. നമുക്ക് അല്ലാഹു തന്ന സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ ചോദിക്കും. നമുക്ക് അല്ലാഹു തന്ന സമയം ഓരോ സെക്കൻഡും അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹു നാളെ നമ്മളോട് ചോദിക്കും. അങ്ങനെ ഓരോന്നിനെ കുറിച്ചും അല്ലാഹു നമ്മളോട് നാളെ ചോദിക്കുന്നതാണ്.
അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു രൂപ, ആ ഒരു രൂപ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളത് തെറ്റിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എങ്കിൽ ഒരിക്കലും അത് അല്ലാഹു അവിടെ നിന്ന് തൃപ്തിപ്പെടുന്നതല്ല. നമ്മളുടെ കയ്യിലുള്ള ഓരോ രൂപയും അത് ഹറാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വെറും മൊബൈൽ ഫോൺ മാത്രം മതി കേട്ടോ. ഈ മൊബൈൽ ഫോണിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് ഹറാമുകൾ ചെയ്യാനുള്ള അവസരം കൂടുതലാണ്. നമ്മുടെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോൺ അതാ ആരുമില്ലാത്ത സമയത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് ആ മൊബൈൽ ഫോൺ ഒന്ന് പിടിച്ചിട്ട് അതാ യൂട്യൂബ് തുറന്നാൽ ഹറാമായ കാര്യങ്ങൾ കാണാൻ അവസരം നമുക്ക് ഒരുക്കി തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരതിനെ നമ്മൾ കാണുകയല്ലേ? ഈ കാണാൻ വേണ്ടി നമ്മൾ നെറ്റ് റീചാർജ് ചെയ്തില്ലേ? ആ റീചാർജ് ചെയ്ത പണം അത് ആര് തന്നതാണ്? അത് അല്ലാഹു തന്ന പണമല്ലേ? അല്ലാഹു തന്ന സമ്പത്തല്ലേ? ആ സമ്പത്തിനെ നമ്മൾ ഹറാമിലേക്ക് ചെലവഴിച്ചതുപോലെ ആയില്ലേ? വെറും ഹറാമ് കണ്ട കുറ്റം മാത്രമല്ല, മറിച്ച് ഹറാമിലേക്ക് പണം ചെലവഴിച്ച കുറ്റവും കൂടി നമുക്ക് ലഭിക്കുകയല്ലേ? നമ്മളത് ചിന്തിക്കാറുണ്ടോ പ്രിയമുള്ളവരെ? നമുക്ക് അല്ലാഹു തന്ന കണ്ണുണ്ടല്ലോ, ആ